എടി അപ്പം നീ നാളെ അപ്പൊ എന്റെ ഹോസ്പിറ്റൽ കാര്യം എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കണ. വരാൻ പറ്റൂല. എടി അമ്മയാക്കിയിട്ട് എങ്ങനെയാണ് പോണ? ശരി. നിനക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയാ? ഓക്കെ ഓക്കെ. എടാ മോക്ക് വീണ്ടും അസുഖമാണ്. പറഞ്ഞല്ലേ? ചെന്നൈയിലൊരു നല്ലൊരു ഡോക്ടറുണ്ട്. ഞാൻ നാളെ പോകാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്, ലീവിനും കൊടുത്തത്. അപ്പം അനിയത്തി വീട്ടിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിതൊക്കെ ചെയ്യണേ. അവളൊരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് അവൾ കോഴിക്കോടിലൊക്കെ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് രാത്രിത്തോളം എത്തിക്കോളാന്ന് പറഞ്ഞു. ആണോ? രാത്രി എത്താന്ന് പറഞ്ഞ് ഇപ്പം അവൾക്ക് നിന്ന് എത്താൻ പറ്റൂല. പിന്നെ എങ്ങനെ പോകും? എന്ത് പ്രശ്നം എന്താ? എടാ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടെടുത്തടാ. എടാ അത് അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും പിടിക്കൂല. അവര് ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ അതും നടക്കൂല. സാധനടാ വയസ്സാവുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ അമ്മ വെളിയിലെ ആൾക്കാരായിട്ട് പൊരുത്തപ്പെട്ട വലിയ പാടാണ്. നമ്മൾ തന്നെ അമ്മ ഇടയ്ക്ക് ലീഡ് വഴക്കൂടും. എടാ ഇത് അതുപോലെ അല്ല. ഇത് അമ്മ നീ ഉദ്ദേശിക്കും പോലെ അല്ല. ഒരു എടാ ഒരു കുഴപ്പമില്ല. 2 ദിവസത്തെ കാര്യം നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നിന്റെ പെങ്ങൾ വീട്ടിലില്ല. അമ്മ ഒറ്റയ്ക്ക് നിർത്താനും പറ്റൂല. വേറെ വഴിയില്ലല്ലോ. പിന്നെ നീ അധികം സംസാരിക്കണ്ട. നീ കുഞ്ഞിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ ചെന്നൈക്ക് പോയിക്കോ. ഞാൻ രാവിലെ വന്ന് അമ്മയും കുട്ടിയും കൊണ്ട് വന്നോളാം. വീട്ടിൽ പോയിക്കോളാം. ധൈര്യമായിട്ടേ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കും. ആരെ വീട്ടിൽ? അതാണ് എൻ്റെ വീട്ടിലോട്ടൊന്ന്. എടേ എൻ്റെ വീട്ടിൽ എന്നോടല്ലേ ചോദിക്കാളൂ, വേറെ ആരും ചോദിക്കാതിരിക്കുന്നത്? തങ്കമൊക്കെ ഇല്ലേ? അവര് എൻ്റെ ഒത്തിരി ആൾക്കാരില്ലേടാ എൻ്റെ വീട്ടിൽ. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഒരാവശ്യം വന്നാലേ അവർക്കത് മനസ്സിലാവൂ. ഇതൊക്കെ അങ്ങോട്ട് ഇപ്പം നാളെ എൻ്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാലേ അമ്മ നിർത്തും. ഇപ്പം നിന്റെ വീട്ടിൽ കൊണ്ടെടുത്തൂലേ? അത്രേ ഉള്ളൂ. നീ അതിനെ വിട്ടിപ്പിട്. നീ ബാക്കി നാളെ പോകാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോ. ഞാൻ വന്നോളാം രാവിലെ. അപ്പം അങ്ങനെ ചെയ്യാല്ലേ? ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ്. ഓ നീ ഇനിയിപ്പോൾ അതിനകത്ത് ആലോചിക്കാതിരിക്കുന്നു. ആരൊന്നും മിണ്ടാത്തത്? അയ്യോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ ചെയ്തിട്ട് വന്നേക്കുന്നത് മിണ്ടാനായിട്ട്. ഏട്ടൻ ആരോട് ചോദിച്ചിട്ടാ സമ്മതിച്ചത്? ആരോട് ചോദിക്കണം? ചോദിക്കണ്ടേ? നീ മാത്രമാണോ ഈ വീട്ടിൽ? നീ ഇവിടുത്തെ രാജാവാണ്. അങ്ങനെ അല്ലല്ലോടി. ഏട്ടൻ രാവിലെ പോകും, വൈകിട്ട് കയറി വരും. ഇതിന്റെ ഇടയ്ക്കും ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഞങ്ങളോട് ചോദിക്കണ്ടേ? ഇപ്പം വേറൊരാൾ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക്. പുറത്തുനിന്ന് ആളാണോ സുരേഷിന്റെ അമ്മ എന്ന് പറഞ്ഞത്? എന്റെ ഏട്ട സുരേഷ് ഏട്ടന്റെ ഭാര്യ തന്നെ പറഞ്ഞോണ്ട് അവര് ഭയങ്കര സാധനമാണ്. എന്ത് സാധനത്തിന്റെ മാത്രമല്ല, നീ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് തർക്കിക്കണില്ലേ? ആ നേരത്തെ ആ സുരേഷിന്റെ വീടിന്റെ അടുത്ത്, ആ ചേട്ടന്റെ വീടിന്റെ അടുത്തൊന്ന് പോയി നോക്കിക്കേ. അവിടെ എല്ലാരും പറഞ്ഞ ഇവർക്ക് അരപ്പിരിയിൽ ഊസാണ്. അതൊന്നും അല്ലടി. ഹരിശ്ചന്ദ്രനാണ്. ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രായമാവുന്ന സമയത്ത് ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി ആയിരിക്കില്ല അവർ തരുന്നത്. ഇതൊരു ചക്രമാണ്. നമ്മൾ കുട്ടികളായി പിന്നെ മുതിർന്ന് വീണ്ടും കുട്ടികളായി മാറും. അതങ്ങനെയാണത്. ഇവരെ ഇവിടെ ചക്രം ഉരുട്ടി കളിക്കും. അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത അവര് മരുന്നൊക്കെ കഴിക്കണം. അതേന്ന് ഞാൻ പറഞ്ഞല്ലേ. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എത്ര പേര്. ആ സുരേഷ് ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ പോയിരിക്കുന്നു. എനിക്ക് ചായ ഇട്ട് തരാം, എനിക്ക് ആഹാരം വിളമ്പി തരുന്നുള്ള അമ്മയാണ്. അടുത്ത കാലത്ത് കുറച്ചാളായിട്ട് പോകുന്നില്ല. ഏട്ടൻ 5 മിനിറ്റ് പോയിട്ട് ഇരുന്നിട്ട് തിരിച്ചു വരുന്ന പോലെയാണോ? ഇത് ഭയങ്കര മോശമായി പോയി. ഇതിപ്പോ നിങ്ങളെ പറച്ചിലിടത്തൊന്നും ഇനി ആ അമ്മ ഇവിടെ തിരിച്ചു പോകുന്നില്ല. അമ്മ ഞാൻ ചോദിച്ചോട്ടെ, അമ്മ എന്താ പറയാത്തത്? എന്റെ പൊന്നു മോനെ, ഞാൻ നിന്നോട് എന്തോ പറയാനാണ്. നീ അവന് കണ്ടാന്നല്ല പറയുന്നത് കേക്ക്. നീ അവന് വാക്ക് കൊടുത്തിട്ടല്ലേ വന്നത്, കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ എന്തോ പറയാനാ? പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ കയറി ഇടങ്ങോലി വയ്ക്കണം, അവസാനം നിന്റെ വാക്കിന് വിലയിലാവണം, ഞാൻ കുറ്റക്കാരിയാവണം, അതല്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ നീ ദാനശീലനായാൽ നിനക്ക് അവസാനം ദാനശീലൻ എന്ന് പേര് വരെ വന്നിരിക്കും. ഞാൻ കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം തീരുമാനിച്ച് എന്നിട്ട് പിന്നെ ഇവിടെ ഈ എല്ലാരെയും കൂടി കൂട്ടിയിരുത്തി ആലോചിക്കേണ്ട കാര്യം എന്താ? ഈ സുരേഷ് ഏട്ടന് വേറെ ബന്ധുക്കാരൊന്നുമില്ലേ? ഇത് നല്ല പാട്. ഒന്നും ആയിരിക്കും. അത് തന്നെ സുരേഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ അമ്മ ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകണം അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ 2 കൈ നീട്ടിച്ചു. ഞാൻ മിണ്ടാതിരി സൗകര്യ വീട്ടിൽ കൊണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവളും അവിടെ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോ ഞാൻ നീ വിഷമിക്കണം എന്നടാ. സുരേഷിന്റെ ബന്ധുക്കൾ എത്രയോ കിടക്കുന്നു. നിക്കുവല്ലേ? സുരേഷേട്ടന്റെ പെങ്ങള് മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും.
അവരെവിടെങ്കിലും പോണെന്ന്. നിങ്ങൾ എന്നോട് പറഞ്ഞതാ ചേച്ചി സുരേഷന്റെ ഭാര്യ. ഇവരെങ്ങനെ 2 ദിവസമെങ്കിലും ഒന്ന് അവിടെ പോയി നിന്നാ മതിയായിരുന്നു ലില്ലി, എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടുമെന്ന്. എന്തൊന്നാണ് പറയണത്? ചേട്ടാ എന്നോട് നീ ഒരു അഭിപ്രായവും പറയണ്ട. അമ്മ അപ്പൊ എന്ത് കൊണ്ടുവരണ്ടേ? ഇതാണ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവരാതിരിക്കോ? വാക്കും പറഞ്ഞിട്ട് വന്നിട്ട് വാക്ക് പറഞ്ഞല്ലേ. ഇനി വരട്ടെ, ഞങ്ങള് സഹിച്ചോളാം. എന്റെ പൊന്ന് ലില്ലി, നീ അഭിപ്രായം പറയരുതേ. നീ വാ അവസാനം നീ കുറ്റക്കാരിയാവും. അതെ, അമ്മയ്ക്ക് അറിയാം. മാമന്റെ മുറി കിടക്കാനോ? അമ്മ ഒന്നിരിക്കുമല്ലോ. മാമ എന്നും വരുന്നതല്ലോ. അമ്മ വരുമ്പോ അവിടെ അമ്മാവന്റെ റൂമിൽ കിടത്താം നമുക്ക്. അപ്പൊ ഞാൻ എവിടെ കിടക്കും? അവളാ ഇപ്പൊ അവിടെ കിടക്കുന്നത്, അറിയാലോ ഏട്ടനത്. എല്ലാത്തിനും പിന്നെ പരിഹാരമുണ്ട്, എല്ലാത്തിനും ഉത്തരവുണ്ട്. പിന്നെ ഒരുപാട് മുറികളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടേ ഒന്നല്ലെങ്കിൽ ഒന്ന് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കാമല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാതെ സംസാരിക്കല്ലേ നിങ്ങൾക്ക്. ഇത് കഷ്ടം തന്നെ കേട്ടാ. നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യം വരുമ്പോ ഇതൊക്കെ പഠിക്കും. നീയൊക്കെ ഒരു കാലത്ത് മനസ്സിലായി. നമ്മൾ വയസ്സാവുന്ന സമയത്ത് നമ്മളെ തിരിഞ്ഞു നോക്കൂല ഒരാളും. ഞങ്ങള് വയസ്സാവുമ്പോഴേ ആൾക്കാരെ മെക്കിട്ട് കയറാൻ നടക്കൂല. നിന്റെ മെക്കിട്ട് അവരെ ദൂരം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ മെക്കിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടല്ലോ, കണ്ടിട്ടില്ലല്ലോ. കാണാത്ത കാര്യങ്ങൾ പറയരുത്. ആ അമ്മ വരുന്ന ആളാണ്, ഞാൻ കൊണ്ടുവരും. ഈ തീരുമാനം എടുത്തെങ്കിൽ അങ്ങനെ ഞാൻ കൊണ്ടുവരേ. മര്യാദയ്ക്ക് വിടുന്നത് എല്ലാവരും. മക്കള് 2 ദിവസത്തേക്ക് മുത്തിനോട് കിടന്നാൽ മതി. കണ്ട അഹങ്കാരം. എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെയാണല്ലോ. നിന്നോർത്താ ഞാൻ ഇത്രയും തർക്കിച്ചു. ഞാനിവിടെ വന്ന് കിടക്കും. പിന്നെ എന്തോ നീ കാണിക്കുന്നത്? ഇതെന്തോന്നാണ്? സുരേഷിന്റെ അമ്മ വരുമ്പോ കിടക്കാനായിട്ടെ. സുരേഷിന്റെ അമ്മ വരുമ്പോഴേ അതുകൊണ്ട് വരുമ്പോ കിടക്കാൻ സ്ഥലം വേണ്ടേ? ഗിരിരാജന് ഇതൊന്നും ഇഷ്ടമല്ലേ? അവന്റെ ബെഡിൽ ആരും കയറി കിടക്കുന്ന അവന് ഇഷ്ടമല്ലേ? അമ്മാവൻ വരുന്നില്ലല്ലോ ഇപ്പോ. എപ്പോഴാണ് അവൻ വരുന്നത് അറിയാൻ നോക്കൂ. അത് നമുക്ക് പറയാം. നമുക്കൊരു അതിഥി ഉണ്ട്, 2 ദിവസം കഴിഞ്ഞ് വന്നാന്ന് പറയാമല്ലോ. അത് തന്നെ വന്ന എല്ലാ ദിവസവും ഇവിടെ കിടക്കാറില്ല. അമ്മാവൻ വരും, വന്ന പോലെ അങ്ങ് പോവും. ഇവിടെ താമസിക്കാൻ വരാറില്ലല്ലോ. എന്തെങ്കിലും രാത്രി വെള്ളം അടിച്ചാലും മണ്ണേ കിടക്കും, അത്ര തന്നെ. അല്ലാതെ ഒന്നും കിടക്കുന്നില്ല. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഞാൻ പറ്റത് ഒരു ഹരിചന്ദ്രനെ അല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഹരിചന്ദ്രനെ പറ്റുമോ? അമ്മ ഒരാള് വരുമ്പോ അങ്ങനെ രീതിയിൽ നമ്മൾ കാണണം. ചെറിയ വെള്ളം എടുത്ത് വെച്ചാൽ ഓക്കെ, കൊള്ളാമല്ലേ അമ്മ? വേറെ സീറ്റ് പിടിക്കണോ? പൊതിക്കാണ്ടോ? എന്ത് കാണിക്കുന്ന ഏത് കാണിക്കുന്ന അവൻ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ അത്രേ പറയുന്നുള്ളൂ. അമ്മ പിന്നെ വേറെ എവിടെ കൊണ്ട് കിടത്തുവമ്മ നമ്മള്? ഒരാൾ 2 ദിവസത്തേക്ക് വരുന്നല്ലേ, ഒന്നും കുഴപ്പമില്ല. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എടുത്ത് വെള്ളം മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അവളും കേൾക്കൂല. വേറെ കഴിവല്ലോ വെക്കാൻ. ഹരിചന്ദ്രൻ ഇല്ലേ? നമ്മൾ വരുമെന്ന് അറിയത്തില്ലായിരുന്നോ? ഇവിടെ ഒന്ന് നേരത്തെ ഒക്കെ ഇടാൻ വയ്യായിരുന്നു. വരും. വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ചാ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പൊ. ഓ ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. വിശേഷം ഒന്നുമില്ല, മുന്നോട്ട് വരുന്നത് തന്നെ വിശേഷം. കഴിച്ചായിരുന്നോ? ഞാൻ രാവിലെ കഴിച്ചു. പിള്ളേർക്ക് പോയപ്പോഴേ കൊടുത്തയച്ച അപ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്തു. വാ കേറ്. ഇങ്ങോട്ട് പോനെ. കൊണ്ടുപോയി. അപ്പോ തങ്കം, പിന്നെ തമ്പാനൂര് ആ രാമചന്ദ്രൻ തുണിക്കടയുടെ മുമ്പിൽ നിൽക്കുമ്പം ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നെ കണ്ടുകൊണ്ട് ചിരിച്ചു. നീ ഒന്ന് ചിരിക്കുവോ ഒന്ന് മിണ്ടുവോ ചെയ്തിട്ടില്ലല്ലോ. എന്തുവാടി? പിന്നെ കണ്ട ഭാവമോ നടിച്ചില്ലല്ലോ, കാണാത്ത പോലെ അങ്ങ് നിന്നല്ലോ. എന്തുവാടി? നിനക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? അതോ നിന്റെ അതിരി മാന്തിയോ? ഞാൻ കണ്ടില്ലായിരുന്നു. നീ ഇത് കണ്ടാത്തോണ്ട് വല്ലോടി നിനക്ക് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? കണ്ടു കാണത്തില്ല. ശരിയല്ല ഇതൊന്നും. ഡ്രസ്സൊക്കെ നല്ല ഓർമ്മ. നീ കാണാത്തോണ്ടായിരിക്കും. അതല്ല, കണ്ടിട്ടും കണ്ട എല്ലാ പാട്ടും നിൽക്കുവോ? മക്കളെ ബാഗ് കൊടുത്താ മക്കളെ എന്റെ ഡ്രസ്സല്ലേ ഇതിനകത്താ? എവിടാ എവിടാ എവിടാ? ഏത് മുറിയിലാ? ഓക്കെ.
ഞാൻ കണ്ടില്ലായിരുന്നു. മോശമായി പോയി ചേച്ചി. പരിചയമുള്ളവരെ കാണുമ്പോ വർത്താനം പറയും ചിരിക്കുകയൊക്കെ ചെയ്യണ്ടേ ചേച്ചി, അല്ലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ സുരേഷിന്റെ അമ്മ ഇവിടെ വരെ ഒന്ന് വന്നായിരുന്നു. ഓ ആ ഇല്ല, ഞാൻ സെറ്റാക്കിയിട്ട് വരും. ശരി ശരി ശരി. ഓ അല്ല, വൈകുന്നേരം കാണാം. പോയാ അമ്മോ ഇഷ്ടം. എവിടെയമ്മ? എന്റെ പൊന്നട, ഈ മുറിയിലല്ല, ഇവിടെ അല്ല, അവരിവിടെ അല്ല ഇരുന്നത്. നീ വന്നാണ് എന്റെ മുറിയിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു വെച്ചിരിക്കുന്ന വേറെ വാ. എന്താ മോനെ? ഒന്നുമില്ല. അല്ല, അമ്മയ്ക്ക് കിടക്കാനായിട്ടേ ഈ മുറിയല്ല, അവിടെ അമ്മാവന്റെ മുറി ഉണ്ടായിരുന്നു, അതാരും ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അയ്യേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടെ മതി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇവിടെ കിടന്നോളാം. എന്താ ഇല്ല, രത്നമ്മയ്ക്ക് ഞാനിവിടെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ശരി, അപ്പൊ ഞാനേ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറും. ശരി ശരി ശരി. ഒരു കുഴപ്പമില്ല രത്തമ്മയ്ക്ക്. ചുറ്റൂടെ ഒന്ന് നീണ്ട് നിവർന്ന് കിടക്കണം. എനിക്ക് നൈറ്റ് വേണ്ട. ഇവിടെ അവരുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഗമ്മിയും ഗെറ്റപ്പും ഒക്കെ വേണം. സാരി മതി. ഒരു കണക്കിന് നന്നായില്ലേ? ഇപ്പൊ അമ്മ പറഞ്ഞ കണക്ക് അമ്മാവന്റെ മുറിയാണിത്. ഇവിടെ അമ്മാവൻ വന്ന് നോക്കുന്ന സമയത്ത് വേറൊരാളിവിടെ കിടന്നാല് അമ്മ ഇരിക്കും. വേറൊരാളിവിടെ കിടന്നാലേ ചിലപ്പോ അമ്മാവന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മനസ്സിലായല്ലേ? ഇതിപ്പോ അമ്മയുടെ റൂമിൽ കിടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ലടാ, എൻ്റെ കട്ടിലിൽ വേറെ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സത്യം പറയല്ല, മുടിയൊക്കെ വിളിച്ച ഒരു വിയർപ്പിൻ്റെ ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. അത് ഷീറ്റ് മാറ്റിയിട്ട് തീരുന്ന കാര്യമില്ല. അമ്മ ഇപ്പൊ ആഴ്ച ഇപ്പൊ നമ്മളെല്ലാവരും എവിടെയെങ്കിലും പോകുന്നു, നമ്മളെല്ലാവരും അമ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോയി നിൽക്കണം. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ എൻ്റെ അമ്മേനെ നിർത്തണം എന്ന് പറയാൻ വേണ്ടെന്ന് പറയാൻ പറ്റുമോ അവന്? അപ്പൊ അവൻ കൊണ്ട് നിർത്തുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കണ്ടേ? അപ്പൊ അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമാവൂലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. 2 ദിവസത്തെ കാര്യമില്ല. അങ്ങനെ നിന്റെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? അമ്മ ഇവിടെ കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ സാധനം എടുത്ത് കൊണ്ടുവരാം. തൈലോ കുഴമ്പോ എന്നാ എടുത്തോണ്ട് വന്നാൽ പോരെ? 2 ദിവസത്തെ കാര്യം ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ല. നാശം പിടിച്ച് പിള്ളേരൊന്നും ചൊവ്വ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഓ, ഇതിനൊക്കെ എവിടെങ്കിലും കൊണ്ട് നിർത്തരുതോ? ഞാൻ അങ്ങോട്ട് വരട്ടെ. ഈ രണ്ടിനെ നേരമായി. മനുഷ്യ മനസമാധാനമായിട്ടൊന്ന് കുളിച്ചു കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ച സമ്മതിക്കത്തില്ലല്ലയോ? ഇങ്ങോട്ട് വന്നേ. വേറെ ഈ മുറ്റത്തൊന്ന് വേറെ വല്ലതും പോയി കളിച്ചോണം. ഇതേ സുരേഷ് എവിടെയായി മോനെ?
അയ്യോ നിങ്ങൾ പാതി വഴി ആയതേ ഉള്ളൂ, ഇനി എപ്പോഴങ്ങ് ചെല്ലും? ആശുപത്രിയിലൊക്കെ കയറി വെച്ച് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ല. ഓ ഞാനിവിടെ വലിയ സന്തോഷത്തിലാ. പിള്ളേര് ഞാനും ഒക്കെ കൂടെ എന്താ കളിയാന്നറിയാവോ? ഒരു കുഴപ്പമില്ല, ഞാനിവിടെ വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയുമല്ലയോ. ആ ലില്ലിയും തങ്ങും പിള്ളേരും ഒക്കെ ദാ വന്നത് കേട്ടോണ്ട് നിൽക്കുവാടാ മോനെ. ഞാൻ കൊടുക്കണോ? അതെ, പിള്ളേരവിടെ ബഹളം വെച്ചപ്പോഴേ മക്കളെ ഞാനേ ഒരു പന്തിങ്ങി വാങ്ങിച്ചു പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ മോനെ. അതെ, നിങ്ങൾ വരുമ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു പന്ത് വാങ്ങിച്ചോണ്ട് വരണേ. അയ്യോ കഷ്ടമുണ്ട് മക്കളെ. അത് നിങ്ങൾ ഇനി കൊണ്ട് കൊടുത്താൽ മതി. ഞാൻ കൊടുക്കാൻ തങ്കത്തിന്റെ. വാ മക്കളെ, ആരെങ്കിലും ഒന്ന് വാങ്ങിയിരുന്ന അവന് സംസാരിക്കണമെന്ന്. ഹലോ സുരേഷ് ഏട്ടാ. ഇല്ല, അയ്യോ നമുക്കെന്ത് ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലാതിരുന്നാ മതി. ഏയ് നല്ല കൂട്ടാ. പോയി കളിച്ചോ? അത് കുഴപ്പമില്ല, ബോളല്ലേ, അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇച്ചിരി കളി കൂടുതലാ. ആ ഓ ഓ ഓ ആ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ശരി ശരി ശരി. ആ ഓ മതി മതി, സാവധാനം വന്നാ മതി. വെച്ച് തിരക്കല്ലേ, ഞാൻ എപ്പോഴും സംസാരിക്കും. അമ്മേനോട് മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറയാം. സന്തോഷമായിട്ട് മുറ്റത്തൊക്കെ വന്ന് വേലത്തിൽ നടക്കാം. ഫോണിപ്പോ എന്തെടുക്കോ? എന്തെടുക്കുമായിരിക്കും? കിടക്കുമായിരിക്കും. വന്നപ്പോ തൊട്ട് തന്നെ കിടപ്പല്ലേ? ഓ ഞാനും ഓർക്കുവായി സുരേഷന്റെ ഭാര്യയുടെ കാര്യം. ചേച്ചി അമ്മ പറഞ്ഞാല് വല്ല തെറ്റുണ്ടായി ചേച്ചി. നമ്മൾ ഇവിടെ എല്ലാം റെഡിയാക്കി ഇട്ടതാണ് അമ്മാവന്റെ മുറി. അവിടെ കിടക്കണ്ട, അവർക്ക് ആ റൂം ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്നിട്ട് അമ്മയുടെ റൂമിൽ കയറി കഷ്ടമാണ്. അമ്മയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും അമ്മയുടെ റൂമിലേക്ക് കിടക്കും. അവിടെ എങ്കിലും വന്ന് കിടക്കും. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ ആ കട്ടിലേക്ക് കിടന്നാലേ അമ്മ ഉറക്കം വരുത്തുള്ളൂ. എന്ത് പറയാനാ നോക്കണേ. വരുന്നുണ്ട്, വരട്ടെ അങ്ങോട്ട്. നല്ല പറയും ചേച്ചി. വെയിലുണ്ട് മഴയുണ്ടോ? ചാറ്റൽ മഴ. മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ, മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. വണ്ടി ഓഫ് ചെയ്യും. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. വണ്ടി ചിലപ്പോ ഒടിച്ചു കളയും. അമ്മാവനാണ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയത്. ആരെയാ? ഏട്ടന് നോക്കാൻ പറ്റില്ലെങ്കിൽ ഏട്ടനെ ആരെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കരുത്. ഏട്ടൻ എന്തുകൊണ്ട് സുരേഷ് ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ നോക്കിക്കോളാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഏട്ടൻ അങ്ങ് സ്റ്റേഷനിലോട്ടും പോയി. ഇവിടെ നടക്കുന്ന പുകില് വല്ലതും ഞാൻ ചോദിച്ചോട്ടെ, പാല് കൊടുക്കുന്ന കൊച്ചൊന്നുമല്ലല്ലോ നിങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. പാല് കൊടുക്കണ കൊച്ചാണെങ്കിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാ മതിയായിരുന്നു. ഇത് വളർന്ന് അടയ്ക്കാമരായി പോയി. എന്ത് കാര്യങ്ങൾ പറഞ്ഞാ? എടാ ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. പിള്ളേരുടെ പന്ത് ഇന്ന് കളിച്ചപ്പോ പിള്ളേരെ ഒച്ച ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. പിള്ളേർ ഒച്ച ഉണ്ടാക്കി പിന്നെ മടി വയ്ക്കാറെങ്കിലും പിള്ളേര് കളിച്ച പന്തോ പിന്നു വെച്ച് കുത്തി അവരെറിഞ്ഞു. വയസ്സായ വണ്ടികൾ ബോൾ എടുത്തെടുത്തിട്ടുണ്ടാവും. പിള്ളേര് അവര് കിടന്ന റൂമിൽ പോയാണ് കളിച്ചത്. നമ്മളായ പിള്ളേർ അടിക്കൂലേ? നമ്മൾ നമ്മുടെ മക്കളോട് പെരുമാറും പോലല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? നീ ഒരുപാട് ഹരിചന്ദ്രനാവല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നീ ഒരു തെറ്റ് കാണിച്ചാൽ തക്കൂറിന് അടിക്കൂലേ? എന്റെ കൊച്ചിനെ ഞാൻ അടിക്കണ പോലെയാണോ കണ്ണി കണ്ട? വേർതിരിവാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം വെച്ചാൽ ഇതിപ്പോ നിങ്ങളുടെ അമ്മയല്ല. ഇപ്പൊ നമ്മുടെ അമ്മയാണെച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ അമ്മ എന്തെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇന്നലത്തെ കറിയാന്നും പറഞ്ഞിട്ട് എടുത്ത് അവര് കൊട്ടിക്കളഞ്ഞ്. ഞാൻ കളയാറില്ലേ? ഇന്നലത്തെ ഞാൻ വല്ലു എനിക്ക് പോയി ആവശ്യമില്ല. ആ കറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഏട്ടൻ കൂട്ടിയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ സ്ഥിരം പരിപാടിയാണ് തലേദിവസ സാധനം. ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കിയാൽ ഒരു ആഴ്ച മുഴുവൻ അത് ഉപയോഗിക്കും. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, ഒന്നുകൂടി ചൂടാക്കാൻ പാടില്ല. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ക്യാൻസറിന്റെ അളവ് കൂടുന്നത്. ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടാൻ കാര്യം എന്താണ്? ഈ അമ്മ മോന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ എനിക്കറിയാം നീ വരുന്നുണ്ട്. അപ്പൊ തന്നെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കടുപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഒരു ചായ. സന്തോഷമാണ്. ഞാൻ സാധാരണ ഈ സമയത്ത് ചായ കുടിക്കുന്നതാണ്. എനിക്ക് വന്ന് കയറുമ്പോ ചായ തരുന്ന ആളാ. പക്ഷെ അതൊക്കെ മറന്നിട്ട് അവർ ഗൗരവമുള്ള മറ്റൊരു കാര്യം സംസാരത്തിലായിപ്പോയി. പിള്ളേരല്ലയോ?
അവരെവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. കണ്ടടി. കുടിക്കേ കുടിക്കേ കുടിക്കേ. ആ നില്ല 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 നില്ലേ. ഇതെന്തുവാ? കടുക്. ആ കടുക്. അപ്പൊ അറിയാം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് പറ 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 പറ. കൊറേ കാണും ഇങ്ങനെ. കൊറേ അല്ല, കറക്റ്റ് എണ്ണം പറയണം, തിട്ടമായിട്ട് പറയണം. ആര് പറ പറ എത്ര ഉണ്ടെന്ന് പറ. ഞാൻ പിന്നല്ലാതെ ആര് പറയാനാ? ഞാൻ- അവര് പറയുവോ? ഞാൻ പറയുവോ? നീ പറയണം. പറ. ഞാൻ പറയണം. ആ. അത് അതെ, അത് എണ്ണിയാലല്ലേ അമ്മ പറയാൻ പറ്റുള്ളൂ. എണ്ണണം, എണ്ണീട്ട് പറയണം. പറ. ഞാൻ പോയി വേണ്ട, ഇരി. അവിടെ ഇരി. ഹ്. ന്നാ. എണ്ണ എണ്ണാന് ഇത് എണ്ണി കൃത്യമായിട്ട് കണക്ക് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ബോഡിക്ക് പൊളിക്ക് ഞാൻ പോറാം. തുടങ്ങിക്കോ. നടക്കട്ടെ. കടുക് തറ വീണ അത് അറേ വീഴാതെ എടുക്കും. എണ്ണീട്ട് വിളിക്കണേ. ഇവിടെ ഇവിടെ ഇട്. എണ്ണ എണ്ണ എണ്ണ. ഉം. മുന്നൂറ്റി 16, 317, 318. മോനെ കനക എണ്ണി കഴിഞ്ഞോടാ. 820. 820 ഇത് ബാക്കി പറയണം. 822, 800 ആയതേ ഉള്ളു ഇത് വരെ. 24, എണ്ണ പറ പറ അങ്ങോട്ട്. 6, 827, 828, 809. എളുപ്പം എണ്ണ.